ഗൈസ്, ഒരു കിടിലൻ ചോദ്യം, അതിലും ഗംഭീരമായിട്ടുള്ള മറുപടി. ഞാൻ ഒന്ന് കണ്ടു നോക്കിയാലോ? മാമോദീസ സ്വീകരിക്കുന്നത് അറിവാകുന്ന പ്രായത്തിന് മുന്നേ എന്നെ അപ്പനും അമ്മയും കൊണ്ട് മാമോദീസ സ്വീകരിപ്പിക്കുക. വിവരമില്ലെങ്കിലും മുതലാളി പറഞ്ഞ ശരിയാ. അതിലും നല്ലത് അറിവായതിനു ശേഷം എനിക്ക് ഉത്ബോധത്തോടെ എനിക്ക് ക്രിസ്ത്യാനിറ്റിയിൽ ജീവിക്കണം, എനിക്ക് സഭയിൽ അംഗമാകണം എന്നുള്ളൊരു അവബോധത്തോടു കൂടെ മാമോദീസ സ്വീകരിക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. ഒരു കിടിലൻ ചോദ്യമാണ്, ഗംഭീരമായിട്ടുള്ള ചോദ്യം. എന്തായാലും അച്ഛന്റെ മറുപടി ഉണ്ടല്ലോ, അത് അതിലും വലിയ മറുപടി ആട്ടോ. ചോദ്യം കേട്ടോ. നീതുവിന് ജനിച്ചു കഴിഞ്ഞ 10ാം പൊക്കം ഭയങ്കരമായ ഒരു അസുഖം പിടിച്ചെന്ന് വിചാരിച്ചോ? എന്ന് വിചാരിക്കുക. ഏത് ആശുപത്രി പോണോന്ന് തീരുമാനിച്ചത് നീതുവാണോ പേരൻസ് ആണോ? പറ. അമ്മച്ചിയാണ്. ഏത് മരുന്ന് തരണമെന്ന് തീരുമാനിച്ചത് ആരാണ്? ഡോക്ടറാണോ, അമ്മയാണോ, നീതുവാണോ? ഇപ്പൊ പറയണം. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. തീർച്ചയായിട്ടും അവര് തന്നെയാണ്, ഞാനല്ല. അപ്പൊ ഇതൊക്കെ ഈ സ്വാതന്ത്ര്യമൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് ബുദ്ധിയൊക്കെ കഴിഞ്ഞിട്ട് തീരുമാനിച്ചു. ഏത് സ്കൂളിൽ പഠിക്കണമെന്ന് കൊണ്ട ചേർത്തത് ആരാ? നീതുവിനോട് ചോദിച്ചിട്ടാണോ ഏത് സ്കൂളിലാണെന്ന് തീരുമാനിച്ചത്? ആ, എന്തുകൊണ്ടായിരിക്കും പേരൻസ് അത് ചെയ്തത്? തീർച്ചയായിട്ടും എന്റെ ഒരു നല്ല ഒരു ഭാവിയെ കരുതിയായിരിക്കും. അത് തന്നെ. അത്രേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു ചോദ്യം ചോദിച്ച് ആ ചോദ്യത്തിനുള്ള കൃത്യമായിട്ടുള്ള ഉത്തരം അച്ഛൻ കൊടുത്ത് കുട്ടിക്ക് അത് കൃത്യമായിട്ട് മനസ്സിലായി. എന്തായാലും എനിക്ക് ഈ സംഭവം ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് വീഡിയോ താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ.